നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് കാണിച്ച ക്രൂരതകൾക്കുള്ള ഉപകാര സ്മരണയായി കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിപദം. അതിന് മുന്നണി മര്യാദ എന്ന ഓമനപ്പേരും നൽകിയിരിക്കുകയാണ് CPM. സോളാർ കേസിലെ പ്രതിയായ യുവതിയെ ഉപയോഗിച്ചാണ് ആദ്യം CPM ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്. പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷവും അത് തുടർന്നു. സോളാർ കേസിലെ പ്രതി പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്ലായിരുന്നുവെന്നും കെ.ബി. ഗണേഷ് കുമാർ ഇടപെട്ടാണ് അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർത്തതെന്നും പ്രതിയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. കത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നെന്ന് CBI കണ്ടെത്തിയിരുന്നു. അതോടെയാണ് ഗണേഷിന്റെ പങ്ക് കൂടുതൽ വ്യക്തമായതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കേസ് കൊട്ടാരക്കര കോടതിയിൽ നടക്കുകയാണ്. അതായത് കേസിൽ കുറ്റാരോപിതനായ ഒരാളെയാണ് ഇടതുപക്ഷം മന്ത്രിയാക്കുന്നത്. ഇത് എന്ത് ധാർമ്മികതയാണ്? ധാർമ്മികത, സത്യസന്ധത എന്നിവയെക്കുറിച്ച് വാദോരാതെ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഇതേക്കുറിച്ച് ഒന്നും പറയാനില്ല. കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ ശേഷമാണല്ലോ സജി ചെറിയാനെ പോലും വീണ്ടും മന്ത്രിസഭയിലെടുത്തത്. സജി ചെറിയാനില്ലാത്ത പ്രിവിലേജ് ഗണേഷ് കുമാറിന് നൽകുന്നുണ്ടെങ്കിൽ അത് മുന്നണി മര്യാദയല്ല, അതിനപ്പുറമുള്ള കടപ്പാടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഗണേഷിനെതിരെ ആദ്യ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയപ്പോൾ പിണറായിയുടെയും കൂട്ടരുടെയും നിലപാട് എന്തായിരുന്നു? ഗണേഷിലെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെന്നാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് PK ശ്രീമതി ടീച്ചർ പ്രസംഗിച്ചത്. പത്തനാപുരത്തെ ജനങ്ങൾ എന്തിനു സഹിക്കുന്നു എന്ന് ചോദിച്ച ശ്രീമതി ടീച്ചർ ഇപ്പോൾ നിയുക്ത മന്ത്രി ഗണേഷിന് ആശംസ അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇജാതി നിലപാടില്ലായ്മ കൊണ്ട് തരം താഴുകയാണ് ഇടത് നേതാക്കൾ. സോളാർ ലൈംഗിക ആരോപണ കേസിലെ റിപ്പോർട്ടിൽ CBI പറയുന്ന മറ്റൊരു സുപ്രധാന കാര്യമുണ്ട്. പരാതിക്കാരിയുടെ ഒരു മകന്റെ പിതാവ് കെ.ബി. ഗണേഷ് കുമാർ ആണെന്ന്. ഇക്കാര്യം ഗണേഷോ പരാതിക്കാരിയോ നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു മാന്യ വ്യക്തിയെയാണ് പിണറായി വിജയൻ സ്വന്തം മന്ത്രിസഭയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നത്. സ്വന്തം മുന്നണിയിലെ പ്രമുഖ നേതാവായ ജോസ് കെ മാണിയെയും ഗണേഷ് കുമാർ കുടുക്കാൻ ശ്രമിച്ചെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചതാണ്. അവരെ പോലും വെല്ലുവിളിച്ചാണ് CPM ഗണേഷിനെ ചുവപ്പ് പരവതാനി വിരിക്കുന്നത്. മുന്നണിയിലെ പലർക്കും ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ടെങ്കിൽ പിണറായി രാജാവിനെ ഭയന്ന് മിണ്ടാതിരിക്കുകയാണ്. 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് സോളാർ കേസിലെ പ്രതിയെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിക്കും UDF-നുമെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും CPM നേതൃത്വം നൽകിയിരുന്നു. EP ജയരാജൻ 10 കോടി നൽകാമെന്ന് പ്രതിയോട് പറഞ്ഞെന്ന ആരോപണം ഇതിന്റെ ഭാഗമായി ഉണ്ടായതാണ്. പിണറായി അധികാരത്തിലേറിയ ശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന കേസ് എടുക്കാൻ ലക്ഷങ്ങൾ മുടക്കി നിയമോപദേശം വരെ വാങ്ങിയെങ്കിലും ഒരു ചുക്കും സംഭവിച്ചില്ല. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ ഒക്കില്ലെന്ന് ആദ്യം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ തുറന്നടിച്ചിരുന്നു. പിന്നീടാണ് കേസ് CBIക്ക് വിട്ടത്. പിണറായി സർക്കാർ പുറത്തുവിട്ട സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും തിരിമറി നടന്നതായി മുതിർന്ന CPI നേതാവ് C. ദിവാകരൻ വെളിപ്പെടുത്തിയിരുന്നു. സാധാരണ കമ്മീഷൻ റിപ്പോർട്ടുകൾ നിയമസഭയുടെ ടേബിളിലാണ് വെക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പരാതിക്കാരി പറഞ്ഞ ആരോപണങ്ങൾ വിളമ്പി. പിന്നീട് കോടതി ഇടപെട്ട് ഈ പരാമർശങ്ങളെല്ലാം നീക്കി. അത്രയ്ക്ക് ക്രൂരതയാണ് പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിയോട് കാണിച്ചത്. കെ.ബി. ഗണേഷ് കുമാർ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചിയും തമ്മിലുള്ള ബന്ധം വേർപിരിയുകയും പരാതി അവസാനിപ്പിക്കുകയും ചെയ്ത ശേഷം വീണ്ടും മന്ത്രിയാകാൻ ഗണേഷ് ആഗ്രഹിച്ചു. എന്നാൽ ഉമ്മൻചാണ്ടി അതിന് വഴങ്ങിയില്ല. ഇതേ തുടർന്നുണ്ടായ ആനപ്പകയാണ് ഗണേഷ് സോളാർ കത്തിലൂടെ വീട്ടിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം 6 മാസത്തോളം ഗണേഷ് കുമാർ തന്നെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നതായി സോളാർ കേസിലെ പ്രതി വെളിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ എന്തിനായിരുന്നെന്ന് അന്വേഷിക്കാൻ പോലും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ തയ്യാറായില്ല. പിണറായി സർക്കാരിന് മന്ത്രി മുഹമ്മദ് റിയാസിനും സർക്കാർ ഡോക്ടർമാർക്കും എതിരെ പലതവണ ഗണേഷ് പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. സാധാരണ LDF ഇതിൽ പതിവുള്ള കാര്യമല്ല. എന്നിട്ടും ഗണേഷിനെ താക്കീത് ചെയ്യാൻ പോലും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM തയ്യാറായില്ല. നിയമസഭാ പുസ്തകമേളയിൽ വെച്ച് ചലച്ചിത്ര അക്കാദമിക്കെതിരെ ഗണേഷ് കുമാർ അതിരൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. സാംസ്കാരിക മന്ത്രി പോലും അതിനെതിരെ ഒന്നും പ്രതികരിച്ചില്ല. മുന്നണിയിൽ മറ്റാർക്കും കിട്ടാത്ത പ്രിവിലേജ് ഗണേഷ് കുമാറിന് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഉമ്മൻചാണ്ടിയെയും UDF സർക്കാരിനെയും നാണം കെടുത്തി അധികാരത്തിലേറാൻ കളം ഒരുക്കി കൊടുത്തത് കൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയമാണെന്ന് വെച്ചാലും ഇത്രയധികം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരാളെ മന്ത്രിയാക്കുന്നത് നല്ലതാണോ എന്ന് ഇടതുപക്ഷം ആലോചിക്കേണ്ടേ? അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മൂല്യമുണ്ടോ?